Good morning, dear students. In this class, we are going to discuss about the excretory materials of the cell. In the previous classes, we discussed about the secretory materials and reserve food materials. And third one is the excretory materials. All these are non-living inclusions. സെല്ലിനകത്ത് കാണുന്ന എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Excretory materials are byproducts of metabolism which are of no use to plants but they have high commercial value. Tannin, resin, lignin, alkaloid, latex, gum and essential oils are the example of excretory materials. പ്ലാന്റിൽ നടക്കുന്ന മെറ്റബോളിക് പ്രോസസ്സിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഈ മെറ്റീരിയൽസ്. മെറ്റബോളിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ്, അതുപോലുള്ള ഒരുപാട് പ്രവൃത്തികൾ പ്ലാന്റ്സിൽ നടക്കാറുണ്ട്. മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ബൈ പ്രോഡക്റ്റാണ്. എൻഡ് പ്രോഡക്റ്റ് അല്ല, ബൈ പ്രോഡക്റ്റ്. ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് പ്രോഡക്റ്റ്. പ്ലാന്റ്സിന് ആ ബൈ പ്രോഡക്ട്സിനെ കൊണ്ട് യൂസ് ഒന്നുമില്ല. അപ്പോൾ യൂസ് ഇല്ലാത്ത മെറ്റീരിയൽസ് പ്ലാന്റ് എന്ത് ചെയ്യും? അതിൻ്റെ വാക്യൂളിൽ സ്റ്റോർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ടത് എക്സ്ക്രീറ്റ് ചെയ്യും പുറത്തേക്ക്. അത് നമ്മൾ സെല്ല് കട്ട് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരും. ഹ്യൂമൻസിനെ സംബന്ധിച്ച് ഈ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, അതൊക്കെയാണെന്ന് നോക്കാം. എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. ടാനിൻസ് ആർ ഡീകമ്പോസിഷൻ പ്രോഡക്റ്റ് ഓഫ് ഗ്ലൂക്കോസൈഡ്സ്. ഗ്ലൂക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു കോമ്പൗണ്ടാണ് ഗ്ലൂക്കോസൈഡ്. അതിൻ്റെ ഡീകമ്പോസിഷൻ പ്രോഡക്റ്റാണ് ടാനിൻ. ആക്ച്വലി ടാനിൻ എന്ന് പറയുന്നത് കറയാണ് കേട്ടോ. ചില പ്ലാന്റിൻ്റെ ഇലയോ സ്റ്റെമ്മോ അല്ലെങ്കിൽ ചില ഫ്രൂട്ട്സിൻ്റെയൊക്കെ പിന്നെ ഇതെല്ലാം കശക്കി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം കറ പെരളാറുണ്ട്. ഈ കറയാണ് ശരിക്കും ടാനിൻ. ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ദേ ആർ പ്രസൻറ്റ് ഇൻ ദി വാക്യുലാർ സാപ്പ് ഓഫ് സെൽ. സെല്ലിൻ്റെ ഉള്ളിലൊരു വലിയ വാക്യൂൾ ഉണ്ടല്ലേ, ഈ വാക്യൂളിനാണ് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ടാനിൻ കാണുന്നത് വാക്യുലാർ സാപ്പിലാണ്. ഇനി കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാനിൻ, അതായത് കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ വാർണിഷ് പോലുള്ള കമേഴ്ഷ്യൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന കറ ഉള്ളത് ഒബ്റ്റെയിൻ ഫ്രം ദി ബാർക്ക് ഓഫ് അക്കേഷ്യ. അക്കേഷ്യ എന്ന് പറയുന്ന മരത്തിൻ്റെ ബാർക്കിൽ നിന്നെടുക്കുന്ന ടാനിനും, പിന്നെ ഫ്രൂട്ട് ഓഫ് മൈറോബാലൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്, അതിൻ്റെ ഒരു ഫ്രൂട്ടിൽ നിന്നെടുക്കുന്ന കറയൊക്കെ കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനിയും ഉണ്ട് കേട്ടോ ടാനിൻസ്. നമ്മുടെ കാഷ്യൂ നട്ടിൻ്റെ ബാർക്കിൽ നിന്ന് എടുക്കാറുണ്ട്, അതിൻ്റെ നട്ടിൻ്റെ ബാർക്കിൽ നിന്ന് എടുക്കാറുണ്ട് ടാനിൻസ്. അങ്ങനെ ഒത്തിരി ഉണ്ട്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ. Then comes resins. Resins are the oxidation product of essential oil. They are found in glands or canals. ഇപ്പോൾ ടാനിൻ കാണുന്നത് വാക്യുലാർ സാപ്പിലാണെങ്കിൽ റെസിൻ കാണുന്നത് ഓയിൽ ഗ്ലാൻസിലാണ്. ഓയിൽ ഗ്ലാൻഡ് ഉള്ള പ്ലാന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സിട്രസിൻ്റെ ഫ്രൂട്ട്സിലും ലീഫിലും യൂക്കാലിപ്റ്റസിലൊക്കെ ഓയിൽ ഗ്ലാൻഡ്സ് ഉണ്ട്. ഇതിൽ കാണുന്ന എസെൻഷ്യൽ ഓയിലിൻ്റെ ഒരു ഓക്സിഡേഷൻ പ്രോഡക്റ്റാണ് റെസിൻ. ഈ റെസിൻ 3 ടൈപ്പ് ഉണ്ട്: ഹാർഡ് റെസിൻ, ഒളിയോ റെസിൻ, ഗം റെസിൻ. ഹാർഡ് റെസിൻ എക്സാമ്പിൾ ലാക്വർ ആണ്, ലാക്വർ. ഒളിയോ റെസിൻ എക്സാമ്പിൾ ടർപ്പൻറ്റൈൻ, കാനഡ ബാൾസം. ഇതെല്ലാം ജിംനോസ്പേം പ്ലാന്റ്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ടർപ്പൻറ്റൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പെയിൻറ്റിനെല്ലാം തിന്നറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ടർപ്പൻറ്റൈൻ. ഇനി കാനഡ ബാൾസം എന്ന് പറഞ്ഞാൽ അത് ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അഡസീവാണ്. അത് ശരിക്കും ഒരു ഗമ്മ് പോലെയാണ്, കളർലെസ് ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ഗമ്മാണ് കാനഡ ബാൾസം. അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു ജിംനോസ്പേം പ്ലാന്റിൽ നിന്നാണ്, ഒരു മരത്തിൽ നിന്നാണ്. ഇനി അസഫോയിറ്റിഡ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗം റെസിൻ. ഒരേ സമയം റെസിനുമാണ് ഗമ്മുമാണ്. ഈ റെസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെസിൻസിനൊരു ഓളറ്റൈൽ സ്മെൽ, ഒരു മണം ഉണ്ടായിരിക്കും. അപ്പോൾ മണമുള്ള പിന്നെ റെസിനുമാണ്, അതേസമയം ഗമ്മുമാണ് അല്ലേ. ഗം എന്ന് പറഞ്ഞാൽ കുറച്ച് പശിമയുള്ളതുമായിട്ടുള്ള പ്രോഡക്റ്റ് ഗം റെസിൻസ് എന്ന് പറയുന്നത്. ഈ ഗം റെസിൻ എക്സാമ്പിൾ അസഫോയിറ്റിഡ ആണ്, കായം. ഫെറുല അസഫോയിറ്റിഡ എന്ന് പറയുന്ന ഒരു ചെടിയുടെ റൂട്ടിൽ കട്ട്സ് ഉണ്ടാക്കിയിട്ട് ആ കട്ടിൽ നിന്ന് എക്സ്യൂഡ് ചെയ്യുന്ന ഗമ്മാണ്, അത് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതാണ് അസഫോയിറ്റിഡ. Then comes alkaloids.
ആൽക്കലോയിഡ്സ് ആർ ഡീകമ്പോസിഷൻ പ്രോഡക്റ്റ് ഓഫ് പ്രോട്ടീൻസ്. സെല്ലിൽ കാണുന്ന പ്രോട്ടീനിൻ്റെ ഡീകമ്പോസിഷൻ പ്രോഡക്റ്റാണ് ആൽക്കലോയിഡ്. ചിലപ്പോൾ വാക്യുലർ സാപ്പിലായിരിക്കും ആൽക്കലോയിഡ്സ് സ്റ്റോർ ചെയ്യുക. ചില പ്ലാന്റ്സിൽ കാണുന്ന മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഇപ്പോൾ തുമ്പ, തുളസി ഇതുപോലുള്ള പ്ലാന്റ്സിനെല്ലാം കുറേ മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട്, നമുക്കറിയാം. ആടലോടകം. ഈ മെഡിസിനൽ പ്രോപ്പർട്ടിക്ക് കാരണമായിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട് ആൽക്കലോയിഡ്സ് ആണ്. ദി ആർ ഡീകമ്പോസിഷൻ പ്രോഡക്റ്റ് ഓഫ് പ്രോട്ടീൻസ്. ഇനി കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മെഡിസിനൽ ആൽക്കലോയിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ക്യുനൈൻ. ക്യുനൈൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ബാർക്ക് ഓഫ് സിൻചോണ. സിൻചോണ എന്നാണ് കേട്ടോ, ഒരു എയും കൂടെ ഉണ്ട് ലാസ്റ്റ്, കറക്റ്റ് ചെയ്ത് എഴുതിക്കോ. സിൻചോണ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ബാർക്കിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ക്വിനൈൻ, ഇറ്റ് ഈസ് ആൻ ആൻറ്റി മലേറിയൽ ഡ്രഗ്. അപ്പോൾ ഈ ഡ്രഗ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ മലേറിയ വന്നിട്ട് ഒത്തിരി ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നു. ദെൻ കഫെയിൻ. കഫെയിൻ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദി സീഡ് ഓഫ് കോഫി. കോഫി കുടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉണർവ്, അതിലുള്ള കഫെയിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡാണ്. This alkaloid is a stimulant of nervous system. And then comes nicotine from the leaf of Nicotiana. Nicotiana means tobacco. പുകയില ചെടിയുടെ ലീഫിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന നിക്കോട്ടിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ്. ഇറ്റ് ഇസ് നെർവസ് സ്റ്റിമുലൻറ്റ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് കാർസിനോജനിക്കുമാണ്. നെക്സ്റ്റ് ഈസ് റിസർപൈൻ, ഒബ്റ്റെയിൻ ഫ്രം ദി റൂട്ട് ഓഫ് റവോൾഫിയ സർപ്പൻറ്റിന. റവോൾഫിയ സർപ്പൻറ്റീന അല്ലെങ്കിൽ സർപ്പഗന്ധി എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ റൂട്ടിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു പൊട്ടൻ്റ് ആൽക്കലോയിഡാണ്. അത് ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈ ബ്ലഡ് പ്രഷർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആൽക്കലോയിഡാണ് റിസർപൈൻ. ദെൻ കംസ് കൊക്കെയിൻ. കൊക്കെയിൻ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദ ലീഫ് ഓഫ് എറിത്രോസൈലോൺ. ഈ കൊക്കെയിൻ ഒരു ആൽക്കലോയിഡുമാണ്, അതൊരു ഒപ്പിയോയിഡ് അനാൾജസിക്കാണ്. ഒപ്പിയോയിഡ് അനാൾജസിക് എന്ന മയക്കുമരുന്നും കൂടെയാണ് കൊക്കെയിൻ, ഒബ്റ്റെയിൻ ഫ്രം ദി ലീഫ് ഓഫ് എറിത്രോസൈലോൺ. ദെൻ കംസ് ലിഗ്നിൻ, സ്യൂബറിൻ ആൻഡ് ക്യൂട്ടിൻ. ഈ ലിഗ്നിനും സ്യൂബറിനും ക്യൂട്ടിനും നമ്മൾ സെൽ വോളിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ. എക്സ്ട്രീംലി തിക്ക് വോൾഡ് ആയിട്ടുള്ള സെൽസിൽ, അതായത് ഡെഡ് സെല്ലിൻ്റെ സെൽ വോളിൽ കാണുന്ന മെറ്റീരിയലാണ് ലിഗ്നിനും സ്യൂബറിനും ക്യൂട്ടിനും. സാധാരണഗതിയിൽ ഇത് കാണുന്ന മരത്തിൻ്റെ ബാർക്ക്, അങ്ങനെ പൊളിഞ്ഞിളകി വരുന്ന തൊലിയുണ്ട്, ബാർക്കുണ്ടല്ലോ, കട്ടിയുള്ള ബാർക്ക്, അതിലാണ് ഇത് മൂന്നും കാണുക, ലിഗ്നിനും സ്യൂബറിനും ക്യൂട്ടിനും. അപ്പോൾ ലിഗ്നിൻ ഈസ് ഫൗണ്ട് ഇൻ സെൽ വോൾ. ഇറ്റ് ഈസ് എ പോളി ആൽക്കഹോൾ. പോളി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം ആൽക്കഹോൾസ് ചേർന്നുണ്ടായിട്ടുള്ളൊരു പോളിമർ. ഏതൊക്കെയാണ് ആൽക്കഹോൾസ്? കൗമാരൈൽ, കോണിഫറൈൽ, സിനാപ്പൈൽ. ഈ 3 ആൽക്കഹോൾസും ചേർന്നിട്ടുള്ള ഒരു പോളിമറാണ് ലിഗ്നിൻ. സ്യൂബറിൻ ഈസ് എ പോളിമറൈസ്ഡ് ഫോം ഓഫ് ലിപ്പിഡ് ഡെറിവേറ്റീവ് കോൾഡ് സ്യൂബറിക് ആസിഡ്. ഒരു ലിപ്പിഡിൻ്റെ ഡെറിവേറ്റീവ്, ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റി മെറ്റീരിയലാണ് ലിപ്പിഡ്. ലിപ്പിഡിൻ്റെ ഡെറിവേറ്റീവായിട്ടുള്ള സ്യൂബറിക് ആസിഡ്സ് ചേർന്നിട്ടുണ്ടായിട്ടുള്ളൊരു പോളിമറാണ് സ്യൂബറിൻ. ആൻഡ് ക്യൂട്ടിൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ഫാറ്റി ആസിഡ്. ഇതൊരു ഫാറ്റി ആസിഡിൻ്റെ പോളിമറാണ് ക്യൂട്ടിൻ. ഇത് മൂന്നും കാണുക എക്സ്ട്രീംലി തിക്ക് വോൾഡ് ആയിട്ടുള്ള സെൽസിലായിരിക്കും. ഇത് എന്തിന് യൂസ് ചെയ്യുന്നു വെച്ചാൽ കോർക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, കോർക്ക്, കുപ്പികളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് ഗംസ് ആൻഡ് എസെൻഷ്യൽ ഓയിൽസ്. നമ്മൾ നേരത്തെ റെസിൻസ് പറഞ്ഞപ്പോൾ 3 ടൈപ്പ് റെസിൻ പറഞ്ഞു. ഒളിയോ റെസിൻ, ഹാർഡ് റെസിൻ, ഗം റെസിൻ. ഗം റെസിനും ഗമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഗം റെസിന് മണമുണ്ട്, വോളറ്റൈലിറ്റി ഉണ്ട്. എന്നാൽ വെറും ഗമ്മാണെങ്കിൽ അതിന് മണമില്ല. ഇപ്പം മണമില്ലാത്ത ഗംസിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഗം ഈസ് ദി ഡീകമ്പോസിഷൻ പ്രോഡക്റ്റ് ഓഫ് സെല്ലുലോസിക് സെൽ വാൾ. ഇറ്റ് എക്സ്യൂഡ് ഫ്രം ദി വൂണ്ട്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഗമ്മോസിസ്. ചില മരത്തിൻ്റെയൊക്കെ തടി നമ്മളൊന്ന് ചെത്തി വയ്ക്കുകയോ അതിലൊരു കല്ലുകൊണ്ടൊരു ചതവോ മുറിവോ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ചെന്ന് നോക്കിക്കഴിയുമ്പോൾ അവിടെ കുറേ ഗമ്മ് എക്സ്യൂഡായിട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് പ്ലാന്റിന് വൂണ്ട് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മുറിവ് ഫോം ചെയ്യുമ്പം ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് സെല്ല് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഈ ഗമ്മ്. പ്ലാന്റിനെ സംബന്ധിച്ച് വൂണ്ട് ഹീലിംഗ് ആണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ ഗമ്മ് ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച് അതൊരു കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇങ്ങനെ ഗമ്മ് പുറത്തേക്ക് എക്സ്യൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗമ്മോസിസ്. ഗം അറാബിക് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം അക്കേഷ്യ സെനിഗൽ. അക്കേഷ്യ സെനിഗൽ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന
ഗമ്മാണ്, ഗം അറബിക്. ദെൻ നെക്സ്റ്റ് ഈസ് എസെൻഷ്യൽ ഓയിൽസ്. എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സിട്രസ് ഫ്രൂട്ട്സിന്, യൂക്കാലിപ്റ്റസിനെല്ലാം കാണുന്ന, അതിലെല്ലാം ലീഫിലും ഫ്രൂട്ടിലും എല്ലാം കാണുന്ന ഗ്ലാൻഡുകളുണ്ട്, ഓയിൽ ഗ്ലാൻഡ്സ് ഓർ ഗ്ലാൻഡ് ഡോട്ട്സ് എന്ന് പറയും. ഈ ഗ്ലാൻഡിനകത്ത് കാണുന്ന ഒരു ഒരു എക്സ്ക്രീറ്ററി മെറ്റീരിയലാണ് എസെൻഷ്യൽ ഓയിൽസ്. ജാസ്മിൻ്റെ ഫ്ലവറിലും ഒക്കെ കാണുന്ന എസെൻഷ്യൽ ഓയിൽസാണ്. ഇതിൽ ആദ്യത്തേതാണ് ഗമ്മ്. ബാർക്കിൽ ഊണ്ടുണ്ടാകുമ്പോൾ അത് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ദെൻ കംസ് ഓയിൽ ഗ്ലാൻഡ്സ്. സിട്രസ് ഫ്രൂട്ടിൻ്റെ തൊലിയിലും ലീഫിലും എല്ലാം യെല്ലോ കളർ ചെറിയ ചെറിയ ഡോട്ടുകൾ കാണാം, അതാണ് ഓയിൽ ഗ്ലാൻഡ്സ്. ഇത് റെസിനാണ്. നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളൊരു എക്സാമ്പിൾ മാവാണ്, നമ്മൾ മാംഗോ ട്രീ. അതിൻ്റെ ബാർക്കിൽ റെസിനുണ്ട്. ബാർക്കിലും ലീഫിലും എല്ലാം റെസിനുള്ളത് കൊണ്ടാണ് മാവിൻ്റെ തടി പച്ചയ്ക്ക് കത്തുന്നത്. ദിസ് ഈസ് ടാനിൻ, കറ. നെക്സ്റ്റ് ഈസ് മിനറൽ ക്രിസ്റ്റൽസ്. 2 തരം മിനറൽ ക്രിസ്റ്റൽസ് ആണ് പ്ലാന്റ് സെല്ലിൽ കാണുന്നത്. കാൽഷ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽസും കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസും. കാൽഷ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽസ് CaO3 are found in specialized mucilage containing cell called idioblast. പ്ലാന്റിൻ്റെ ബോഡിയിൽ ഈ കാൽഷ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ഈ സെൽസിന് വിളിക്കുന്ന പേരാണ് ഇഡിയോബ്ലാസ്റ്റ്. ഈ സെല്ലിനകത്ത് മ്യൂസിലേജ് ഉണ്ട്. ഈ മ്യൂസിലേജിലാണ് കാൽഷ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഈ മ്യൂസിലേജ് എന്ന് പറഞ്ഞാൽ, ഈ കാൽഷ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽസ് ചിലപ്പോൾ അത് നീഡിൽ ലൈക്കൊക്കെ ആയിരിക്കും, അതിന് പ്രിക്കിൾ ചെയ്യാനുള്ള പേഴ്സ് ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഒരു മ്യൂസിലേജിൽ എംബഡ് ചെയ്തിരുന്ന പ്ലാന്റിന് അതിനെ കൊണ്ടൊരു ശല്യമില്ല. എന്നാൽ ആ പ്ലാന്റിനെ നമ്മൾ മുറിക്കുകയോ കടിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് ഗ്രേസിങ് അനിമൽസൊക്കെ വരുമ്പോഴേക്കും, പുല്ല് തിന്നുന്ന അനിമൽസൊക്കെ വരുമ്പോൾ അതിനൊരു ചൊറിച്ചിലുണ്ടാവും. പ്ലാന്റ്സിന് അതിനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ മ്യൂസിലേജ് കണ്ടെയ്നിങ് സെൽസിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഈ കാൽഷ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽസ് പല ഷേപ്പിൽ കാണാറുണ്ട്. അപ്പോൾ ഷേപ്പ് അനുസരിച്ച് അതിന് പലതരം പേരും കൊടുത്തിട്ടുണ്ട്. നീഡിൽ ലൈക്ക് ക്രിസ്റ്റൽസ് ആർ കോൾഡ് റാഫൈറ്റ്സ്. സൂചി പോലെ തന്നെ ഉണ്ടാവും കണ്ടാൽ. ഇത് കൊളക്കേഷ്യ, ചേമ്പിലും ചേനയിലൊക്കെ കാണുന്നത് നീഡിൽ ലൈക്ക് കാൽഷ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അറ്റം കൊണ്ടിട്ടാണ് നമുക്ക് ചൊറിയുന്നത്. സ്ഫെറിക്കൽ ക്രിസ്റ്റൽസ് ആർ കോൾഡ് സ്ഫെയിറാഫൈറ്റ്സ്. ദേ ആർ പ്രസൻറ്റ് ഇൻ നീറിയം. നീറിയം എന്ന് പറഞ്ഞാൽ അരളിയിലുണ്ടാവും ഈ സ്ഫെറിക്കൽ ക്രിസ്റ്റൽസ്. ഇനി റോഡ് ഷേപ്ഡ് ക്രിസ്റ്റൽസ് ഉണ്ട്, പ്രിസമാറ്റിക് ക്രിസ്റ്റൽസ് ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ നീഡിൽസ് അല്ലേ, റാഫൈറ്റ്സ് എന്ന് പറയുന്ന നീഡിൽസിൻ്റെ ബണ്ടിൽ ഓഫ് നീഡിൽസ് ഉണ്ട്, അതിനെയാണ് ഡ്രൂസസ് എന്ന് പറയുക. ദ നീഡിൽ ലൈക്ക് ക്രിസ്റ്റൽസ്. ഇതിൻ്റെ അറ്റം കൊണ്ടിട്ടാണ് നമുക്ക് ചൊറിയുന്നത്. ഇത് ബണ്ടിൽ ഓഫ് റാഫൈറ്റ്സ്. ഈ സ്പെഷ്യലൈസ്ഡ് സെൽസിന് വിളിക്കുന്ന പേര് ഓർമ്മയുണ്ടല്ലോ, ഇഡിയോബ്ലാസ്റ്റ്. Then is calcium carbonate crystals. CaCO3 crystals are found in the upper epidermis of Ficus elastica. ചില പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ സർഫസ് വളരെ റഫായിരിക്കും. ഫോർ എക്സാമ്പിൾ അത്തിമരം, ഫൈക്കസ് എലാസ്റ്റിക്ക. അത്തിയുടെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഒരുപാട് കാട്ടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കുറച്ച് വാട്ടർ ലോക്ഡ് ആയിട്ടുള്ള ഏരിയയിലെല്ലാം ഈ അത്തി കാണാറുണ്ട്. അതിൻ്റെ ലീഫിൻ്റെ സർഫസ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ പരപരാന്ന് സാൻഡ് പേപ്പർ പോലെ ഉണ്ടാവും. ഇത് കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസിൻ്റെ ഡെപ്പോസിഷനാണ്. അപ്പോൾ ഈ ലീഫിൻ്റെയൊക്കെ എപ്പിഡെർമൽ ലെയറിൽ കാൽസ്യം കാർബണേറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ഈ സെൽസിന് വിളിക്കുന്ന പേരാണ് ലിത്തോസൈറ്റ്. ലിത്തോസൈറ്റ് എന്ന് പറയുന്ന ഈ സ്പെഷ്യലൈസ്ഡ് സെല്ലിൻ്റെ ഉള്ളിലാണ് കാൽഷ്യം കാർബണേറ്റ് ഡെപ്പോസിഷൻ കാണുന്നത്. അത്തി, അതായത് ബനിയൻ ട്രീ കൂടാതെ, അത്തി എന്ന് പറയുന്നത് ഫൈക്കസ് ആണ് കേട്ടോ, ഫൈക്കസ് ഇലാസ്റ്റിക്ക, ആൽമരം, അത്തി എന്നൊക്കെ പറയാറുണ്ട്. അത് കൂടാതെ മൊമോർഡിക്കയിൽ കാണും, മൊമോർഡിക്ക കൈപ്പയ്ക്ക. ഇനി ഇലോങ്ങേറ്റഡ് സിസ്റ്റോളിറ്റ്സ് കാണുന്ന റുവേലിയ ട്യൂബറോസ, നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു വയലറ്റ് കളർ കോളാമ്പി പോലത്തെ ഒരു, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വള്ളിച്ചെടിയല്ല, ഒരു ഹെർബേഷ്യസ് പ്ലാന്റ് ആണ് റുവേലിയ. അതിലൊക്കെ കാണാറുണ്ട് ഇലോങ്ങേറ്റഡ് സിസ്റ്റോളിത്ത്. പിന്നെ
സിലിക്കൺ ക്രിസ്റ്റൽസ്. സിസ്റ്റോളിത്തിൻ്റെ ഇമേജ് കാണിക്കാം കേട്ടോ, സിലിക്കൺ കൂടെ പറഞ്ഞോട്ടെ. സിലിക്കൺ ക്രിസ്റ്റൽസ് ആർ ഫൗണ്ട് എംബഡഡ് ഇൻ ദി എപ്പിഡെർമൽ സെൽ വോൾ ഓഫ് ഗ്രാസസ്, ഇക്വിസിറ്റം, ബെല്ലഡോണ എക്സെട്ര. ചിലതരം ഗ്രാസ്, വലിയ ഗ്രാസ്, നമ്മൾ കുതിരപ്പുല്ലെന്നൊക്കെ പറയുന്ന പോലെ വലിയ ഗ്രാസിൻ്റെയൊക്കെ ലീഫിൻ്റെ അറ്റം കയ്യിൽ ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൈ മുറിഞ്ഞു പോകാറുണ്ട്. കത്തി പോലെ കൂർത്തതായിരിക്കും. അതിനെന്താ കാര്യം? ഇതിൻ്റെ എപ്പിഡെർമൽ സെൽസിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സിലിക്ക ക്രിസ്റ്റൽസ് ആണ്. ഈ സിലിക്ക ക്രിസ്റ്റൽസ് ഗ്രാസസിൽ കൂടാതെ ഇക്വിസിറ്റം എന്ന് പറയുന്ന ഒരു ഫേണിലും ബെല്ലഡോണ പോലുള്ള പ്ലാന്റ്സിലൊക്കെ കാണാറുണ്ട്. ഇതാണ് സിസ്റ്റോളിത്ത്. ഇത് അതിൻ്റെ ഒറിജിനൽ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് കേട്ടോ. ആൽമരത്തിൻ്റെ ലീഫിൻ്റെ സെക്ഷൻ എടുത്തിട്ട് അത് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ കാണുന്ന ആ ഡെപ്പോസിഷനാണ്, കാൽസ്യം കാർബണേറ്റ് ഡെപ്പോസിഷൻ ആണ് ഇത് കാണുന്നത്. ഇത് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. സിസ്റ്റോളിത്തിൻ ഫൈക്കസ്.